ഞാൻ സേറ്റുഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ കൊണ്ട് അകത്തിരുത്ത്, ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്നാവട്ടെ, ആരും പേടിക്കണ്ട, ചെന്നക്കാണ്ട് പോരും. ലച്ചു കേറട്ടാ. ഇനി ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണ്ടെന്നാ, അവന്മാരെല്ലാരും അവത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. അണ ചുമ്മാ ബി പി വിട്ടാണ്ട് വെറുതെ ഇതിനകത്ത് ഏതെങ്കിലും വിരല് തൊട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും വിരല് തൊട്, തൊട്ടോ. ആ ഒന്നുകൂടെ പേടിക്കണ്ട, അവന്മാര് 10 പൈസ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അത് നിനക്ക് എങ്ങനെ അറിയാം? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണോ, അതുകൊണ്ടല്ല അണ്ണൻ ഈ വിരലെ തന്നെ തൊട്ടത്. മറ്റേ വിരലാണ് ഞാൻ നേരത്തെ മൂക്കിലിട്ടത്. ഫൈസലകത്തേക്കല്ലേ പിള്ളേരോടെ കാത്തിക്കണം. മിനിസ്റ്ററിന് ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്, മന്ത്രി ഏതുകൊണ്ട് ചെക്കും പേടിക്കണ്ട. 2 ഊത്ത് സാർ ഇങ്ങോട്ട്, നമുക്ക് അടിച്ചോണ്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോടാ. അയ്യോ ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യതയുള്ള സ്ഥലമാണോ? ഭാഗ്യത്തിനാരും കണ്ടില്ല. എടാ ആൻ്റപ്പാ, ഞാനടാ തണ്ടി. ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ, അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ, അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടെന്ന് കഴിഞ്ഞാ. ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ബെസ്റ്റ് ടൈം ആണെന്ന്. നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ, അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ, ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ രാശുള്ള വരല് ഇതല്ലേ. ഒരാശം ഇട്ടായിരുന്നു. ക്ലോസ് ചെയ്തു. ആന്റണി, ഈ കേസ് ഒന്ന് നോക്കിക്കേ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ ചേട്ടാ, നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? അണ്ണൊരു കാര്യം ചെയ്യ്, അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ജനതാണത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ, ദൈവത്ത് ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി, നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ, അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി, നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരികട്ടെ, അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പൊ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ ഭ്രാന്തായിടാ, കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്ര മുമ്പ് ചെളിച്ചത്.
സോറി ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ യു കണ്ടിന്യൂ. എടാ എന്റെ ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന് ഫോട്ടോ എടുത്തത് ഏതാണ് കണ്ണട വെച്ച ദൈവം? പുണ്യാളാ. എടാ പൊട്ടകടാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. ഇയാള് വല്ല കോടീശ്വരനാണോ? അല്ല സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോഴാണ് എല്ലാവരും കിടന്ന് തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ തുക്കണാച്ചി ഓന്തുളുക്കി ഓടങ്കൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അണ്ണാ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ചിട്ടാ. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പൊളിഞ്ഞ ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരം ഒരിക്കൂലേ? പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരത്ത് UP സ്കൂൾ, ആ സ്കൂളിലെ പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോവാണ്ട് അവിടെ. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1ാം റാങ്കായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. രസമല്ല, സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ അയ്യേ അണ്ണൻ തോറി ഒരു പിള്ളേരെ പോലെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല ഉണ്ടാക്കൂല. പറഞ്ഞു നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകനടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടുപുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈ അല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്കെല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കും. ഉഗാണ്ടയിൽ ഈദ്യമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ പദ്യം പഠിച്ച മാഷ് മറന്നുപോയത്. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. നെക്സ്റ്റ് ഓക്കെ പിടിക്കടാ. എന്നോട് വിജയുന്നത് ചൊല്ലി ഞാൻ കാരുണ്യവാരിതേ ശ്രീപതി വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. വല്ല സ്മാർട്ടാവല്ലേ? ഓടാ ഓടാ. വിനോദ് AG, ചന്ദ്രിക. മതി മാഷ് തല്ലിയത്. അവൾക്ക് 48 മാർക്കില്ല. തന്നാലുണ്ടല്ലോ. അവളുടെ അമ്മയുടെ 48. ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്രയാണെന്ന് അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കാൻ. അയ്യോ മാഷേ, മാഷേ. ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് അടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു എന്ന് ഞാൻ.
എന്താ സത്യ ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരിയുത്തരം എഴുതി അത് വെട്ടി പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വിട്ടു. എന്താ കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. a+b² അത് കിട്ടിയില്ലേ? ഈ 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? 25 മീറ്ററിന്റെ എവിടെ? ഈ 9ഉം 10ഉം ഇത് എന്താ? എന്തിനാ അഞ്ജലി കരയുന്നേ? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല എന്താ മോളെ ചോദിച്ചാള്? പുതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരിലാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ? ഇതും നടക്കും. എങ്ങനെ? ആരാ? തുറക്കടാ. വാതിൽ തുറക്കടാ. തുറക്ക്. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്ക. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയെന്ന്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് അലമാര തന്നെ തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഞങ്ങളൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? പക്ഷേ ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ട്? മേലാലി കോമ്പൗണ്ടിൽ കയറി പോയത് കൊണ്ടുപോണോ? നോക്കി എന്നിട്ടെന്താവാൻ? അച്ഛന്റെ പണി പാപ്പനും കോടായി. എന്റെ ജീവിതം പൊതുവാൾ നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല എനിക്ക് മനസ്സിലാവത്തതാണ്. സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെന്ന് അഞ്ചരി ചേച്ചിയുടെ നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വലിയ പഴം തിരികെ വെച്ചേടാ പോത്തെ. നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോ എന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പറഞ്ഞോട്ടല്ലോ പൊതുവാളെ ഞാൻ തട്ടും. എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണെ ഞാൻ കെട്ടും. എന്നിട്ട് അവളെ ഞാൻ കൊല്ലും. ഞാൻ സ്നേഹിച്ച് കൊല്ലും. ഏയ് നരൻ. ഹലോ നരൻ, സോറി, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എനിവേ, താങ്ക് യു വെരി മച്ച് നരൻ. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു ട്രീറ്റ് ഉണ്ട്. നരൻ തീർച്ചയായിട്ടും വരണം. ഓ ആണോ? എന്നാ ഒരു 11 o'clock കാണാം. അയ്യോ, 9 മണിക്ക് ഒരു 10 മണി. ഓക്കെ. നരനായിരുന്നു പാർട്ടി നാളെ മതിയെന്ന്. ഇന്നെന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ
ബ്ലഷിംഗ്. പിന്നെ സാർ ഓർഡർ എന്തെങ്കിലും? വേണ്ടി വരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരും ഒടിച്ചതിന്റെ ബാക്കിയാണാവോ? ദിനമിതു കാത്തിരുന്നേറെ ഞാൻ, ചിരിമുഖമോർത്തിരുന്നേറെ ഞാൻ, മഴവില്ലു പോലെ വന്നിതാ നീ എന്നും എൻ വിസ്മയം. ഇനി ഇതൊരൻ പകൽ സ്വപ്നമോ, സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ, മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു? അഞ്ജലി 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 ഹോ അഞ്ജലി 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 അഞ്ജലി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ, എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്രസമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ആരാ? അച്ഛൻ. ആ, എവിടെ? ദേ ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ്, എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ടാ അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണൊരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ്. പ്ലീസ് ബിലീവ് മീ യാർ. വാഷ്റൂം വരെ പോയിട്ട് വരാം. പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലതും പറ്റാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്, എന്റെ കണ്ണട അവിടെ. കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടി കയറിയവലായി, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. അച്ഛൻ, ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ, അച്ഛ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ, ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം.
താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നോ? ഓക്കെ. ആ പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ, നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ. എന്താ അണ്ണാ? ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാള നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോവാണ്ട് അവിടെ ടാങ്ക് കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8ന്റെ പണി അന്ന് തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തിൽ കഴുകുതി. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെയർ ഇസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടു. കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് an ice bucket challenge. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചാലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. അഞ്ജലി അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആന്റപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്നുമില്ലാത്തവനാണ്. അഞ്ജലി ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവനെ ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിലെ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണ് അവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്, ബിലീവ് മീ അഞ്ജലി, upon God. നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല അഞ്ജലി. ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോടെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്. മൊത്തം കുഴപ്പമില്ലണ്ണ.
വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ ഈ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. ഓഫ്, എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ വർത്തമാനം. വൃത്തിയുടെയൊക്കെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുണ്ട് അഞ്ജലി ചേച്ചിയെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? കൂട്ടുകാരിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് നോക്കാൻ പറ്റിയ സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളം ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പലെന്നല്ല ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടിയുള്ളതായിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്ക് വേണ്ടിട്ട് അണ്ണ പാതിരാത്രി സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാഗ് മൊത്തം ഒന്ന് റീവെന്റ് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് വർക്കൗട്ടോ. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെപ്പോ. ഇനി ബാംഗ്ലൂർക്ക് എങ്കിൽ ബാംഗ്ലൂർക്ക് ഇതിപ്പോ തന്നെ വിട്ടോ. താങ്ക് യു. അഞ്ജലി, മാഡം ഒന്ന് വേഗാക്കോ. ഒരു മിനിറ്റ്. സൂസൻ, മിസ്റ്റർ ആനന്ദ് വർമ്മയ്ക്ക് ബിസിനസ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രീക്വന്റ് ഫ്ലൈ കാർഡ് ഉണ്ടായിരുന്നില്ല. സോ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, യെസ്. ഈ ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞത് വർമ്മ ഡിസൈൻസിന്റെ? യെസ് സർ, VVIP ലോഞ്ചിലുണ്ട്. സാറിന്റെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ഇൻഫോം ചെയ്യാനാ. ഓക്കെ. സോറി സർ, മിസ്റ്റേക്ക് ആയിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സാർ, സാറിന്റെ ഫസ്റ്റ് കസിൻ ഒരു മിസ്റ്റർ നരേന്ദ്ര വർമ്മ കാണണമെന്ന് പറയുന്നു. ഓക്കെ സർ. വർമ്മേട്ട ഒന്നും വിടാൻ പറയൂ. താങ്ക് യു. ഹലോ ചാടി എഴുന്നേക്കരുത്. ഞാൻ ചാവരല്ല. ഇരിക്കെ വർമ്മേട്ടനെ മനസ്സിലായില്ലേ? ആ നിലമ്പൂർ കോവിലത്തോള. ഇരിക്കെ എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ട എന്നെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടാൽ അറിയും. ഞാനാണ് വർമ്മേട്ട, മനസ്സിലായില്ല? വർമ്മേട്ട അവിടെ ഇരിക്കേ, കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം. ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മേച്ചിയുടെ വകയിലുള്ള അനിയത്തില്ലേ ശാരദോപ്പോള് എന്നെ ചെറുപ്പത്തിൽ എടുത്തോണ്ട് നടന്ന എന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർമ്മേട്ട സത്യമായിട്ട് ഞാനൊരു മുട്ടം പ്രശ്നത്തില. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എന്റെ വർമ്മേട്ട, ആളെ അറിയാൻ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കേട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കേട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എന്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ വിവാഹമോചനത്തിന്റെ വക്കില. ഏട്ടനൊരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കണം. ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടന് സ്വന്തം വാക്കിന്റെ വിലയും. ഏട്ടന്റെ വലിയ ഫാനാണ് എന്റെ ഭാര്യ. പൂജാമുറിയിലെ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദ് വർമ്മ എന്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തിലെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ടാലറിയാം എന്നെ വിളിക്കുന്ന. വിളിക്കും. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ടൻ. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണേ. പിന്നെ ഞാൻ വിശ്വസിച്ച് പോവാണ്. എന്റെ പേര് മറക്കരുത്, നരൻ. NARAN, നരൻ. അല്ലെങ്കിൽ വേണ്ട, വാനരന്റെ വാ കട്ട് ചെയ്താൽ മതി. നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്, മറക്കരുത്. ഞാനൊരു വേഴാമ്പലപ്പല്ല അങ്ങോട്ട് പോവാണ്. ചൈച്ചക്കല്ലേ വിളിച്ചേക്കണേ. ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ, ഈ ഇന്റിമസി പോവും. എല്ലാരോടും ഉഷാറാക്കിയേക്കണേ. ഒന്ന് പറഞ്ഞേ, അതെ, ബടി പോലെ ഇരിക്കല്ലേ. ഒന്ന് ഉഷാറാക്കിയണേ എന്ന് വെച്ചാൽ എല്ലാരും കൂടി കുറച്ചിട്ട് എന്ന് വിളിച്ച് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യും. സോറി, ഉറങ്ങാണോ നോക്കിയതാ. അഞ്ജലി, ഒരാളെന്തെങ്കിലും പറയാൻ വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ പോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ്. അഞ്ജലി, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രോബ്ലം ഉണ്ട്. ഇതെന്റെ ഭാര്യയാണ്. ഇവളുടെ അച്ഛൻ എനിക്ക് 50 ലക്ഷം രൂപ ശ്രീധനായിട്ട് തരാൻ പറ്റുമോ? ഇൻസർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക പോവാലൻ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അതൊക്കെ സത്യം ഒന്ന് കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അത് മനസ്സിലാക്കണം.
പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. എന്റെ അമ്മേ, തടിപ്പിശാശ് എവിടെ പോയി കിടക്ക? വല്ല ഓട് വഴി ഫ്ലൈറ്റ് പിടിച്ചു പോയാ? യെസ്, ഐ നോ ദീസ് വേർഡ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് എ പ്രജുഡീസ് മൈൻഡ്. ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും അഞ്ജലിക്ക് അത് ചെമ്പരത്തി പോയിട്ട് തോന്നും. എന്റെ നിലയോ വിലയോ അക്കാഡമിക് എക്സലൻസോ അഞ്ജലിയുടെ മുമ്പിൽ എടുത്തു കാട്ടി ഞാൻ ആളാവാൻ വന്നിട്ടില്ല. 100 കണക്കിന് മൾട്ടിനാഷണൽ കമ്പനികൾ സേവനം കാത്ത് ക്യൂ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ. അവരുടെ ഓഫറുകൾ നിരസിച്ച് ഞാൻ ഈ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അഞ്ജലി ജോലി ചെയ്യുന്ന നഗരമാണിത്. പണവും പദവിയൊന്നും അല്ല എനിക്ക് പ്രധാനം. സോറി സാർ, വെടിവെച്ചിടരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം. സി അഞ്ജലി, കോർപ്പറേറ്റ് ലോകത്തെ ജാടകൾ കാണിച്ച് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അഞ്ജലി എന്നെ വില വെച്ചേനെ. ബട്ട് ഐ പ്രിഫർ ടു ബി ഹംബിൾ ആൻഡ് സിമ്പിൾ ബിഫോർ യു. യു നോ, ലുക്കിലൊന്നും ഒരു കാര്യമില്ല. ഫോർ എ സ്കാമ്പിൾ ഐ മീൻ എക്സാമ്പിൾ. എബ്രഹാം ലിങ്കൺ ഒട്ടിയ കബിൾ, ചപ്പിയ താടി, ലുക്ക് ഉണ്ടായിരുന്നോ? സി, കാണുന്നതിനപ്പുറമാണ് കുട്ടി കാര്യങ്ങൾ. നരൻ, യെസ്, how are you? Hi doll. Oh God, you again? വീണ്ടും നിങ്ങളോ? See Varma, now I am talking with the most important person in my life. Please don't disturb me again. കോടികളെക്കാൾ വിലയുണ്ട് എനിക്ക് നിമിഷങ്ങൾക്ക്. Please leave me alone, man. നരൻ, ഇത് What ഇത്? Yes, I know him. ആനന്ദ് വർമ്മ, വർമ്മ ഡിസൈൻസ്, ഫാഷൻ ടൈക്കൂൺ. So what? മനുഷ്യന് മനസ്സമാധാനം തരട്ടെ. രത്തൻ ടാറ്റ, ആദിത്യ ബിർള, മഹീന്ദ്ര, എല്ലാവരോടും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഈ അഞ്ജലിയാണ്. അതിനേക്കാൾ വലിയ വില ഞാൻ ആർക്കും കൊടുക്കില്ല. അത് ആനന്ദ് വർമ്മ ആയാലും ശരി, അംബാനി ആയാലും ശരി. I'm sorry. It's okay, it's okay. Leave it. Go, man. Sorry. Excuse me. Okay. No problem. Please leave us. Please. Okay, sorry പറഞ്ഞു വരാം, സമയം കളയാം. അഞ്ജലിക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാം. ബാംഗ്ലൂർക്ക് പോവാം. That's up to you. അത് തടയാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അഞ്ജലി പോയി കഴിഞ്ഞാൽ സത്യം അറിയാതെയാണല്ലോ അഞ്ജലി പോകുന്നതെന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇപ്പം എനിക്ക് സമാധാനമായി. ഇനി ഒരിക്കലും അഞ്ജലിയുടെ ലൈഫിലേക്ക് ഞാനൊരു തടസ്സമായിട്ടുണ്ടാവില്ല. ഗുഡ് ബൈ. ബൈ. ദൈവമേ, ആ വർമ്മത്തിൻ്റെ പഞ്ഞിക്കിടുവോ? നരൻ, अंजलि 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 हो अंजलि 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 What happened, sir? Nothing. He's too smart. 24 മണിക്കൂറിൽ അവനെ പൊക്കി എൻ്റെ മുന്നിലെത്തിക്കണം. With full details. Sir, sure, sir.